യോഹന്നാന്റെ സുവിശേഷം 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പറഞ്ഞേ, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തയ്ക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയേണ്ടത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ, ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ, പോം വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞില്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്, ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷെ അവർക്കതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പം പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പം പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി, നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6. ശ്രുതികടെ ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്ന് വായിച്ചേ, ഒന്ന് പറഞ്ഞേ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറല് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ.
നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുമെങ്കിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുമെങ്കിൽ ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികളെ, നെഞ്ച് രോഗികളെ, ഹൃദയ രോഗികളെ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാരെ, ടോൺസിറ്റ് തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവരെ കൈകളെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ, ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ, കർത്താവേ, ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ, ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ, യേശുവേ, ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ, ഏറ്റവും വലിയ മരുന്നായ, ഏറ്റവും വലിയ കീമയായ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ, അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികളെ, മാറാ രോഗികളെ, യേശുവിന്റെ നാമത്തില് കിഡ്നി രോഗികളെ, യേശുവിന്റെ നാമത്തില് ഹൃദയ രോഗികളെ, യേശുവിന്റെ നാമത്തില് ഹൃദയ രോഗികളെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഹല്ലേലൂയ, 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 പ്രത്യേകമായി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേ. സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ, നീര്, പൊട്ട്, കുരുക്കള്, ചൊറിച്ചില്, ചിരങ്ങ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അലർജി രോഗികൾ, കർത്താവേ, അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരുത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോരു തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവശക്തിയാണ്. ഹല്ലേലൂയ. പാപരോഗങ്ങളെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. അരികിൽ അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട്, അവരും നടുവ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങൾക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ്. എത്രയോ പേരാണെന്നറിയാവോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല, അവരറിഞ്ഞിട്ട് കൂടിയില്ല, പക്ഷെ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല. കാര്യം എന്താണ്? യേശു കാലാതീതനും സ്ഥലാതീതനുമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ തേയ്മാനമുള്ളവരെല്ലാവരെയും സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസറിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള മുഴകളുള്ളവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ശരീരത്തിൽ മുഴകളുള്ളവരെ ഉച്ചി മുതലേ ഉള്ളംകാല് വരെ പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകളുള്ളവരെ യേശുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇപ്പം കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ഇവനൊരു 7 വയസ്സുണ്ടെന്ന് തോന്നണം. അങ്ങനെ കൊച്ചുമക്കളിലെ 7 വയസ്സ് 6 വയസ്സ് 5 വയസ്സ് 9 വയസ്സ് അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ഉള്ളവരുണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ഫിക്സും ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട്. അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളത് വിശ്വസിക്കുന്നത്, ആനുപാതികയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, അത് പ്രയോഗവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു. അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ്. അല്ലെങ്കിലും കാണിക്കുമെന്നല്ല,
സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടി. ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണമെന്ന് 2 തിമോത്തി 2:13 പറയും. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പറ്റത്തില്ല. സമയം ബന്ധിതമാകണം. സമയത്തെ ചുരുക്കണത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ്, പ്രാർത്ഥനയല്ല. അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, മേരി സമയമാകില്ലെങ്കിൽ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി, അവൻ പറയുമ്പോൾ ചെയ്താൽ മതി, അകാത്ത സമയമാകും. അപ്പം സമയത്തിൻ്റെ ചുരുക്കം തന്നെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലാണ്. അമ്മയുടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറക് വിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ ചൊല്ലി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിത പങ്കാളികളെ കുറിച്ച് ആകുലപ്പെടുന്നവരെ കർത്താവ് മനസ്സിൽ ഓർപ്പിക്കുന്നുണ്ട്. മോസ്റ്റ് ആങ്ഷ്യസ്. ജീവിതത്തിൻ്റെ ഒരു അട്രാക്ഷൻ, നമ്മളെ ആവശ്യമുള്ള ഒരു കാലം കഴിഞ്ഞു. ഇനി നിൽക്കട്ടെ, ചാകട്ടെ എന്നുള്ള മാനസികാവസ്ഥ കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് രൂപപ്പെട്ട് വന്നാൽ, കുറഞ്ഞ പക്ഷം മക്കൾക്ക് രൂപപ്പെട്ട് വന്നാൽ, നിങ്ങൾ കർത്താവിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചെയ്തത് ഉടമ്പടി ആയതുകൊണ്ടാണ്. വിവാഹമെന്ന ഉടമ്പടി. You got the point? You catch me? അതായത് ചിലർക്ക് ഒരു കാലം കഴിയുമ്പോൾ ഒരു ഡോൺ കെയറാണ്, മക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മരിപ്പ് വീട്ടിൽ പോയി. അപ്പോൾ മരിച്ച ആളിൻ്റെ പെങ്ങളുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു മരിപ്പ് വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മരിച്ചാളിൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന്. എന്നാൽ അച്ഛൻ വരണമെന്ന് എന്നെ ബുക്ക് ചെയ്തവർ. എൻ്റെ അടുത്ത് വെച്ചാൽ അവൻ ഇപ്പം തന്നെ മരിച്ചതായിട്ട് കണക്കാക്കിയിരിക്കണം അമ്മ. ദിസ് ഈസ് ഒരു കൂദാശ ചെയ്ത ബന്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ ആരെയും എഴുതി തള്ളരുത്. എപ്പോഴെങ്കിലും മരിച്ചോളൂ എന്നാണ് അവർ പറയണത്. എപ്പോഴെങ്കിലും മരിച്ചോളും. മക്കൾ ചിലരങ്ങനെ കരുതലുണ്ട്, അപ്പൻ അമ്മ കിടപ്പാണ്, എപ്പോഴെങ്കിലും മരിച്ചോളൂ. അങ്ങനെ വന്നാൽ അത് കുദാശയോട് ഉള്ള ഒരു മറുതലിപ്പാണ്. കാര്യം നീ ജനിച്ചിരിക്കുന്നത് കുദാശയിലാണ്, അപ്പനും അമ്മയും ചെയ്ത കുദാശയിലാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈം പറഞ്ഞിട്ടില്ല. അവർ ഈ ഭൂമി ഉള്ളിടത്തോളം കാലമെന്നാണ് എൻ്റെ അർത്ഥം. കുദാശ ഒരു ഉടമ്പടിയാണ്. അതല്ലേ ഈ അവസാനം പറഞ്ഞിരിക്കണം. ബൈബിള് തീരാൻ പോവുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതി തീരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പറഞ്ഞ് അന്ത്യകാലങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കണം. നിൻ്റെ ആദ്യ ചാപ്റ്ററൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ലാസ്റ്റ് ചാപ്റ്ററും കൺക്ലൂഷനും ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ സന്ദേശം, ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും മക്കളുടെ ആയാലും പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജോലി
എന്റെ ജോലി, എന്റെ വീട്, എന്റെ വിവാഹ ജീവിതം, എന്റെ വിവാഹ ജീവിതം, എല്ലാത്തിന്റെയും അവസാനം വരെ അങ്ങയോടുള്ള വിശ്വസ്തത പരിപാലിച്ചു പോരുവാൻ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേ സുഖമായി എൻ്റെ ഉള്ളം. കരയേറ്റത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ, പെട്ടുപോയിരിക്കുന്നവരെ, ഞാനതാണ് എല്ലാ വിഷയവും എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവരണത്. യാതൊരു ആശങ്കയും എനിക്കില്ല ഒന്നിനും. എനിക്ക് ആശങ്ക ഉള്ളത് നിങ്ങളുടെ കാണിക്കുന്ന കാര്യം. നിങ്ങളങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മനുഷ്യന് പ്രയാസമൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ വീണ് പോകത്തില്ലേ. എന്നാലും ഒന്ന് അവസാനം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് നിരാശ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, ഞങ്ങള് പതറിപ്പോകുമ്പോൾ, അവസാനം വരെ വിശ്വാസത്തിലെ, പ്രത്യാശയിലെ, പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം, മരിയൻ അഭിഷേകം, അമ്മയ്ക്കുണ്ടായിരുന്ന അഭിഷേകം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന അഭിഷേകം എനിക്ക് നൽകണമേ. ഈ നിമിഷം നൽകണമേ. മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. എത്ര 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ. പണ്ടിങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ഉടമ്പടി ദൈവം തരുന്ന മുമ്പ് വല്ല 5-6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയല്ല ഇപ്പോഴിത് ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ ആഴ്ചകളിലും തന്നെ അത്ര സാക്ഷ്യങ്ങളുണ്ട്. അത് കാരണം അമ്മ ഈ വിഷയം നിന്നെ കൈവിടത്തില്ല. നീ ഈ കാര്യത്തെ മടുത്തു, നീ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക. നീ അടിവയറ്റി കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്ന് പറയണം. നീ അടിവയറ്റി കൈവച്ചിട്ട് പറയണം, മകളെ, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലെ എന്നിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തില് എനിക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ, എനിക്ക് ജോലി ലഭിക്കട്ടെ, എൻ്റെ കടങ്ങൾ പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്വയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ജീവിതം ബ്ലോക്കായി പോയവരെ, ദാറ്റ് മീൻസ് വിവാഹം ഒത്തുവരാത്തവരെ, വീട് കെട്ടി പകുതിയായി നിന്ന് പോയവരെ, വീട് ഉറഞ്ഞു നിന്നിട്ട് ഒരിടത്തും വെക്കാൻ പറ്റാതിരിക്കുന്നവരെ, ഇങ്ങനെ വീട് സംബന്ധമായ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
വാടക ഉച്ചയൊക്കെ താമസിക്കുന്നവരുണ്ട്, വഴിയില്ലാത്തവരെ, വഴി തരാത്തവരെ, തർക്കപ്പുരയിടത്തിൽ താമസിച്ചിട്ട് എപ്പോഴും വഴക്കുള്ളവരെ, അത് കേസാകുന്നവരെ, ആവശ്യമില്ലാതെ നമ്മൾ ആക്രമിച്ച വഴികൾ ഇല്ലാത്ത വഴി വെട്ടിയുണ്ടാക്കി സംഘം ചേർന്ന് ആക്രമിക്കുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ദൈവം ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലക്ക് ചിരി വരും. മനുഷ്യൻ്റെ അവസ്ഥകളാണ്. നിങ്ങൾക്ക് ഈ ഓരോ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കും നിങ്ങൾ എന്തുമാത്രം ഇത് വേദനാജനകമാണെന്ന് മനസ്സിലാക്കണത്. അങ്ങനെ പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതുമായ വിഷമതകൾ, മാനസികമായ ശാരീരികമായ, അവിടെ എല്ലാം കർത്താവ് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഓരോ മക്കളുടെ വ്യക്തിപരമായും സ്വകാര്യവുമായിട്ടുള്ള എല്ലാ വേദനകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോഴ് അതൊരു സുവിശേഷ സാക്ഷ്യമാണ്. ഈ ആഴ്ച ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ സിസേറിയനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ, കരളിൻ്റെ ഓപ്പറേഷൻ, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി പോസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്നവർ, അവരേറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷേ ഇൻറ്റൻസീവ് കെയറിലാണ് അവർ ഡോക്ടർ പറയാം ഒരു ഗ്രോത്ത് കാണുന്നില്ല, ഒരു പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുന്ന രോഗികൾ. കൃപാസന അമ്മ ഉടമ്പടി മാതാവ്, സഞ്ചാരി മാതാവാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, സഞ്ചാരി മാതാവേ, ഈ നിമിഷം, ഈ ആരാധന നിമിഷം, എപ്പോഴെല്ലാം ആരെല്ലാം എവിടെല്ലാം വെച്ച് ആരാധന കൂടുന്നു, അപ്പോഴെല്ലാം അവിടെ കൂടപ്പിറപ്പുകളുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഞ്ചരിച്ചെന്നുകൊണ്ട് അവരെ സ്പർശിക്കണമേ. അവരുടെ വേദന രോഗങ്ങളെ, അവരുടെ എല്ലാ വിഷമസന്ധികളെ ഏറ്റെടുക്കണമേ. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. ശ്രദ്ധിക്കട്ടെ. പോലെ
ആശ്രയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ട്രാൻസ്ഫർ, ജോലി കിട്ടാത്ത അവസ്ഥകൾ, വിസ പ്രോസസ് റിജക്റ്റ് ചെയ്ത അവസ്ഥകൾ, ഏജൻറ്റിന് പണം കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റണില്ല, നമ്മുടെ വിസ വരണമില്ല, ഇങ്ങനെ വിഷമസന്ധി നിൽക്കുന്നവർ ഈ സമയത്ത് മാതാവിനെ സമർപ്പിക്കുകയാണ് നമ്മളവരെ. പരീക്ഷ കുഞ്ഞുങ്ങൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വളരെ ശ്രദ്ധയോടെ എടുക്കുന്ന ഒരു വിഷയമാണ് പ്രൊഫഷണൽസിൻ്റെ പരീക്ഷ. അത് നീറ്റ് തൊട്ട് താഴേക്കെല്ലാം ഇതെല്ലാം പ്രൊഫഷണൽസ് എവിടെയെല്ലാം പരീക്ഷ എഴുതാൻ പോകുന്നുവോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഉടമ്പടി ചെയ്തവരുണ്ട്, അവിടെ അമ്മമാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കൾ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അവരുടമ്പടി ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വിത്തുകളുണ്ടായിപ്പോയി കിട്ടണില്ല. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കേട്ടാൽ 14 കൊല്ലമായിട്ട് 11 കൊല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് കാണാനില്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. സത്യമാണത്, സത്യം ആണ്. 11 കൊല്ലമായി സർട്ടിഫിക്കറ്റ് കാണാനില്ല. പുതിയ പുതിയ സ്റ്റാഫൊക്കെ വന്ന് എല്ലാം പോയി. ഒന്നിക്ക് ഒരു ജീവിതമാണ് പോണത്, ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ ഇവർ പറയും എനിക്ക് അവർ പൈസ മൊത്തം അടക്കാൻ പറയും. അവിടെ പറയും എൻ്റെ പൈസ ഇല്ല, അടക്കാനില്ല, നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറയും. പറ്റത്തില്ലെന്ന് പറയും. ഇവിടെ പറയാം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഇത് ഇട്ടിട്ട് എങ്ങനെ വരാനാണ്? അവസാനം പോസ്റ്റിൽ വരും. നഷ്ടപ്പെട്ടു പോയ സംഭവമാണ്. ഒറ്റ ഉടമ്പടിയിൽ 11 കൊല്ലമായിട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് അതാണ് പോസ്റ്റിൽ വരണത്. അപ്പോഴേ നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. നീ കൃപാസന മാതാവിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നൊരു വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം കേട്ട് 5 മാസമായിട്ട് അപ്പനെ കാണാനില്ലെന്ന്. 5 മാസമായിട്ട് അപ്പനെ എവിടെ പോയെന്നറിയത്തില്ല. അന്വേഷണം തിരക്കിയും തീർന്ന് ഇനി ലോകം മുഴുവില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ്, ഉടമ്പടി ചെയ്തില്ല, അപ്പനെ കാണാനില്ലാത്തതിന് വേണ്ടി ഉടമ്പടി ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ 1 മണിക്കൂർ സഞ്ചരിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ അപ്പൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും സ്പീഡാണ്. അതിടാൻ പോണ സാക്ഷ്യമാണ്. അപ്പം കാണാതെ പോയ വ്യക്തികൾ തൊട്ട് വസ്തുക്കൾ വരെ ജീവിതം വരെ തിരിച്ചു പിടിക്കാനാണ് അമ്മ ഈ ഉടമ്പടി നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ നിൻ്റെ കാണാതെ പോയ എല്ലാ വസ്തുക്കളെയും, ഇപ്പോൾ സ്വർണ്ണമൊക്കെ വിറ്റ് പോയി കാണാം, വണ്ടിയൊക്കെ അടിച്ച് മാറ്റിയത് അതൊക്കെ പൊളിച്ച് വിറ്റ് കാണും. പക്ഷേ യു വിൽ ബി റീഫണ്ടഡ്. നീ അത് ചിന്തിക്കണം. അതിന് ബദല് നിനക്കെന്താണ് നഷ്ടപ്പെട്ടത്? അതിൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. വാഹനം ആവശ്യമില്ലാത്തവരുണ്ടോ? ജീവിക്കണമെങ്കിൽ വാഹനം വേണം, പക്ഷെ അത് നഷ്ടപ്പെട്ടു, അത് തീരുന്നു, അത് കടമായി, അതിൻ്റെ ജപ്തിയായിപ്പോയി, ചിലക്കത് പുതിയ മേടിക്കാൻ പറ്റണില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യമല്ലേ അത്? അല്ല ആഡംബരം കാണിക്കാനോ ആൾ കളിക്കാനോ അഹങ്കരിക്കാനല്ലല്ലോ. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു മാർഗമല്ലേ, നിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ. നീ അത് ചോദിക്കണം. ഇവിടെ നീ അത് ചിന്തിക്കേണ്ട. ഇപ്പോൾ നമുക്കതിങ്ങനെ മേടിക്കാനാണ് എന്ന് ചിന്തിക്കരുത്. അത് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കാൻ ദൈവം വേറെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ പറയും തീരുമാനം എന്താണെന്ന്. അതുകൊണ്ട് നീ ഉടമ്പടിയിൽ ആ വിഷയം വെച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പം മനസ്സുകൊണ്ട് വെക്കുക. അമ്മ ആ വിഷയം ഏറ്റെടുക്കട്ടെ, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രേഖാമൂലമുള്ള എല്ലാ തടസ്സങ്ങളും കൈമാറ്റത്തിന്റെ രേഖകളെ, അതിന്റെ തടസ്സങ്ങളെ, വാങ്ങുടമ്പടി തടസ്സങ്ങളെ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങളെ, വിസ തടസ്സങ്ങളെ, ഗവൺമെന്റിന്റെ മുകളിലുള്ള എല്ലാ കൈമാറ്റങ്ങളുടെയും രേഖാമൂലമുള്ള തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തില് മാറിപ്പോകട്ടെ. ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. സദയം
റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പുതുതായിട്ട് എഴുതാൻ പോകുന്നവരെ, എഴുതിപ്പോയ പരീക്ഷയുടെ റിസൾട്ട് ഒരു ഡിസാസ്റ്റർസ് ആണെന്ന് തോന്നണവരെ, ഇത് നല്ലവണ്ണം പരീക്ഷ എഴുതിയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അത് അവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാക്കണത് വിശ്വാസത്താൽ സമർപ്പിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ, മക്കളുടെ സ്വഭാവം, ജീവിത പങ്കാളികളുടെ ദുർനടപ്പ്, എൻ്റെ പരീക്ഷയുടെ റിസൾട്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്താൽ കർത്താവേ, അങ്ങ് കൈയേൽക്കണമേ, എന്റെ വിശ്വാസത്താൽ അങ്ങ് കൈയേൽക്കണമേ. കയ്യിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളൊക്കെയാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇൻ കേസ് പർട്ടിക്കുലർ സബ്ജക്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സമർപ്പിക്കേണ്ട സമയമാണ്. ചിലപ്പോൾ ഡൈവേഴ്സ് ആകാം, ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് എഴുതണ ദിവസമായിരിക്കാം, ഇത് ചിലപ്പോൾ പ്രമാണം നടക്കുന്ന ദിവസമായിരിക്കാം, ചിലപ്പോൾ ഈ ആഴ്ച നീ ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസമാകാം. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ അത് കൂട്ടിച്ചേർക്കുക. തീർച്ചയായിട്ടും ഈ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ കൂട്ടിച്ചേർപ്പ് നടക്കും. യാത്രയുണ്ടെങ്കിൽ യാത്ര സമർപ്പിക്കുക. മക്കളാരെങ്കിലും തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോരലും സമർപ്പിക്കുക. ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതിട്ട് സമർപ്പിക്കുക. ടെസ്റ്റ്, പെരപണി ആരംഭിക്കുന്നുണ്ടോ, കച്ചവടം ആരംഭിക്കുന്നുണ്ടോ, വ്യവസായങ്ങൾ ആരംഭിക്കുന്നുണ്ടോ, അതൊക്കെ സമർപ്പിക്കുക. എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന്, ആരാധ്യനായി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുക. ദൈവം അതെല്ലാം ഏറ്റെടുത്ത് ആശ്രയിക്കുന്ന സമയമാണ്. സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു, വാങ്ങിച്ച സ്ഥലം നോക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നീ ചെന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നീ പോകുന്നു ആ സ്ഥലം കാണാൻ വേണ്ടി, ഒരു വിശ്വാസ പ്രമാണം ചെല്ലാൻ ആ സ്ഥലത്ത് പോയി അത് നീ സമർപ്പിക്കുക. ഞാൻ ഈ ആഴ്ചയിൽ പോകും, വിറ്റുമാറാത്ത പ്രശ്നമുള്ള സ്ഥലത്ത് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലും, പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കും. അങ്ങനെ ഒരു യാത്ര നിശ്ചയിക്കുക. പേരെ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്ഥാപനങ്ങൾ റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഇത് കൃപാസനം. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്നിൻ്റെ കണ്ണീരിന് ചക്കാലക്കൽ പിതാവ് എഴുതിയിരിക്കുന്ന പോലെ കൃപാസനം ഇന്നിൻ്റെ കണ്ണീരിൻ്റെ, മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമെന്ന് ദൈവം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ ആരാധനയിലാണ് നീ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുട്ടയിൽ നിന്ന് കൈകൾ കൊപ്പി സമാപന ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും അനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ധ്യാനമുള്ള ദിവസവും ഞായറാഴ്ചകളിലും അച്ഛനാരും കാണുന്ന ദിവസമല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ഓർപ്പിക്കുന്നു. ആവേ